വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ മകൻ ചെയ്ത ക്രൂരതയറിഞ്ഞ് ഉമ്മ ഷെമി പൊട്ടിക്കരഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞതും തനിക്ക് അവനെ കാണണമെന്നുമാണ്. ആശുപത്രി അധികൃതരോടും ഉറ്റവരോടുമാണ് ഷെമി ഇക്കാര്യം പറഞ്ഞത്. കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങളെല്ലാം തന്നെ ഷെമി ഇപ്പോൾ അറിഞ്ഞു. ഘട്ടം ഘട്ടമായിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഷെമിയോട് വെളിപ്പെടുത്തിയത്. ആശുപത്രിയിലുള്ള ഷെമി സുഖം പ്രാപിച്ചു വരികയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നേരത്തെ ഇളയ മകൻ അഫ്സാൻ മരിച്ചുവെന്ന വാർത്ത ഷെമിയെ അറിയിച്ചപ്പോഴും നിലവിളിച്ചിരുന്നു. അന്ന് ഷെമിയെ സൈക്കാട്രിക് വിദഗ്ധരെ അടക്കമാണ് എത്തി ആശ്വസിപ്പിച്ചത്. ഘട്ടം ഘട്ടമായി മറ്റ് വിവരങ്ങൾ അറിയിക്കാമെന്നായിരുന്നു ഡോക്ടർമാരുടെ തീരുമാനം. ഇതനുസരിച്ചാണ് എല്ലാവരുടെയും വിവരങ്ങൾ ഷെമിയെ ധരിപ്പിച്ചിരിക്കുന്നത്. കൊലപാതക വിവരങ്ങൾ ഷെമിയെ പൂർണ്ണമായി അറിയിച്ച സ്ഥിതിക്ക് ഇനി വിശദമായി മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അഫ്സാൻ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകളിലെ വാസ്തവം എന്തെന്ന് ഷെമിയോട് ചോദിച്ചറിയാനാണ് പോലീസിന്റെ തീരുമാനം. ഫെബ്രുവരി 24-ന് ഷെമിയെ ആക്രമിച്ചായിരുന്നു ക്രൂരകൃത്യങ്ങൾക്ക് അഫാൻ തുടക്കമിട്ടത്. ചോദിച്ച പണം ഷെമി നൽകാതായതോടെ കഴുത്തിൽ ഷാള് കുരുക്കി ഭിത്തിയിലിടിപ്പിച്ചായിരുന്നു ആക്രമണം. രക്തം വാർന്ന് നിലത്ത് വീണതോടെ മരിച്ചെന്ന് കരുതി അഫാൻ ഒന്നിനു പുറകെ ഒന്നായി 5 പേരെ വകവരുത്തി. കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ സ്റ്റേഷനിലെത്തി അഫാൻ കീഴടങ്ങിയതിന് പിന്നാലെ അന്വേഷിച്ചെത്തിയ പോലീസാണ് ഷെമിക്ക് ജീവനുണ്ടെന്ന് തിരിച്ചറിയുന്നതും ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. താൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നായിരുന്നു ഷെമി ഡോക്ടർമാരോടും മൊഴിയെടുക്കാനെത്തിയ പോലീസിനോടും ആവർത്തിച്ചത്. കോവിഡിന് ശേഷമുള്ള 3.5 വർഷം കൊണ്ട് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഷെമിക്കും അഫാനും ഉണ്ടായതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് വായ്പ വാങ്ങിക്കൂട്ടിയതിന് പുറമെ ബന്ധുക്കളുടെ പക്കൽ നിന്ന് പണവും സ്വർണവും വീടിന്റെ ആധാരം വരെയും വാങ്ങി പണയം വെച്ചു.